ഇന്ന് ഞാനൊരു ഷോപ്പിങ്ങിന് പോയി. ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അച്ഛനും അമ്മയും അങ്ങനെ വളരെ രഹസ്യമായിട്ട് പോവാൻ നോക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് എണീറ്റിട്ട് ഞാനും അങ്ങോട്ട് റെഡിയായി പോണു. ഞാനും ഉണ്ടേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോണതുകൊണ്ട് ഉണ്ടായി. ഞാനും സ്റ്റുഡിയോയിൽ കയറിയപ്പോഴാണ് ഒരുപാട് ഡ്രസ്സസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. വൈറ്റ് കളറ്, ബ്ലൂ കളറ്, ബ്ലാക്ക് കളറ്. പക്ഷേ അച്ഛൻ എന്നെ ഒന്നിനും വിടാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് ഒരുപാട് ഡ്രസ്സുകൾ ഇഷ്ടപ്പെട്ടു അവിടെ. ഒന്ന് ബ്ലാക്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഏറ്റവും സ്കൂളിൽ പോയ കാരണം കൊണ്ടാണ് എനിക്കിങ്ങനെ തനിച്ച് പുറത്തേക്ക് വരാൻ പറ്റിയത് തന്നെ. അല്ലെങ്കിൽ ഞാൻ അച്ഛമ്മയുടെ ഒപ്പം ഇങ്ങനെ വീട്ടിലിരിക്കേണ്ടി വന്നേനെ. അപ്പം ഞാനിങ്ങനെ വന്നപ്പോൾ നല്ല വലിയൊരു സ്ഥലം, നല്ല റൂമൊക്കെ ഉണ്ട്, വീട് പോലുള്ളൊരു സ്ഥലമാണ്. പക്ഷെ കുറേ ആളുകളുണ്ട് കേട്ടോ. ആരും എന്നെ ഇങ്ങനെ കൽപ്പിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ആരും എന്നെ എടുത്തോണ്ട് പോകണമൊന്നുമില്ല. ഞാൻ എന്നൊക്കെ വെച്ചു, പക്ഷെ ആരും നോക്കണില്ല. പിന്നെ പിടിച്ച് വന്ന് നോക്കുമ്പോൾ ഉണ്ട് ഒരുപാട് ഡിഷുകൾ കേട്ടോ. എൻ്റെ അളമാളയിലുണ്ട് കുറേ ഡിഷുകൾ, എൻ്റെ കൊട്ടിയിലുണ്ട് ഡിഷുകൾ. പക്ഷെ അതൊന്നുമല്ല, ഇതൊക്കെ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. വലിയ വലിയ ടേട്ടന്മാരുടെ ഡിഷൊക്കെ ഉണ്ട്. പിന്നെ ഓടിക്കളിച്ചാനാണെങ്കിൽ കൊടേ ശലവും ഉണ്ട്. ഞാനിങ്ങനെ ഓടണോ വേണ്ടേ നോക്കുമ്പോൾ ഉണ്ട് ഇതാ കണ്ണടിയിൽ വീണ്ടും ഒരാൾ. ഞാൻ എന്നോട് ചിച്ചപ്പുണ്ട്, തിരിച്ചും ചിച്ച. പിന്നെക്ക് മനസ്സിലായി ഇതേതോ ഒരു സുണ്ടറിയാണ് എന്നെ പോലുള്ളത്. ഞാൻ പിന്നെ ഓടാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ നിൽക്കണു അച്ഛ പയ്യാണ് എവിടേക്കാണ്. പിന്നെ ഞാൻ അങ്ങോട്ട് തന്നെ തിരിച്ചു പോണപ്പോഴോ ഇവിടെ കുറേ ആളുകളുണ്ട് കേട്ടോ. ഡിഷ് മാടാനാണ് തോന്നുന്നു. ഞാനിങ്ങനെ ഓരോരോ റൂമൊക്കെ നോക്കി വന്നപ്പോഴാടെ കാണുന്നു ഒരു ടുണ്ടടി. ഞാനും ആ ടുണ്ടരീനെ ഒന്ന് തൊട്ട് നോക്കി. ഞാനൊന്ന് മുട്ടി നോക്കി. മുട്ടുമ്പോഴും തട്ടിയാലും ആളൊന്നും പയ്യണില്ല. പിന്നെ ഞാൻ ആ കുട്ടിയുടെ തലയിലുള്ള എടുക്കാൻ നോക്കിയിട്ട് എൻ്റെ തലയിൽ അമ്മ വെച്ചെണ്ണ പോലെ ഉണ്ട്. ഞാനത് വെച്ചാൽ നോക്കിയപ്പോൾ ആൾ സമ്മതിക്കണില്ലേ, ഇന്ത്യയും വിളിക്കാൻ നിൽക്കുക. അപ്പം ഞാനിത് തിന്നിട്ട് അച്ഛ നോക്കച്ചാന്ന് പയ്യൻപണ്ട് അച്ഛ നോക്കാതെ നിൽക്കുക. അച്ഛ എപ്പോഴെപ്പോഴും ദശുമാടാണ് അവിടെ നിന്നിട്ട്. ഈ അച്ഛ ദശുമാടാനാണോ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ വിചാരിച്ചു. അമ്മയുടെ ബാഗൊക്കെ ആയിട്ട് എൻ്റെ പിന്നാലെ നടക്കണ്ട കേട്ടോ. ഇനി എങ്ങാനും എൻ്റെ ബാഗിലിട്ട് തിരിച്ചു കൊണ്ടുപോകാനാവോ? എനിക്ക് അവസാനം നല്ല സന്തോഷമായിട്ട് ഞാൻ അവിടെ ഇരുന്നു, എൻ്റെ ഷൂലൊക്കെ കളിച്ചു. അമ്മ അവസാനം ഒരൊറ്റ പിടി ഇങ്ങോട്ട് ബാ പെണ്ണെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അമ്മ ഞാനില്ലമ്മ ഞാൻ പെടാ അമ്മാന്ന് പറഞ്ഞപ്പോഴും അമ്മ സമ്മതിക്കില്ല. ഞാൻ പിന്നെ മുട്ടുകുട്ടി എഴഞ്ഞ് എങ്ങനെ